എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കപ്പ വേവിച്ചതും കട്ടൻ ചായയും ഉള്ളിച്ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കപ്പ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കപ്പ കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സ്റ്റവിൽ കട്ടൻ ചായയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ചായപ്പൊടിയും ഇട്ടു, പഞ്ചസാര നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി ചമ്മന്തിക്കായിട്ട് ഉള്ളിയും ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കൊച്ചിന് എരിവ് അധികം പറ്റത്തില്ല, നമ്മുടെ കണ്ണമ്മൂനെ. അപ്പോൾ അതും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ചതച്ചു കൊണ്ടുവന്നു. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് വെന്ത് കഴിയുമ്പോൾ എടുക്കാനായിട്ടേ വാഴല വെട്ടാൻ പോവാം. അപ്പോൾ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഒരു വാഴയിൽ നിന്ന് ഞാൻ ഒരു ഇല പിടിച്ച് താഴ്ത്തിയിട്ട് അത് വെട്ടുന്നുണ്ട്. അപ്പോൾ ആ ഇലയും ഒരു ചെറിയ ഒരു പാടൊക്കെ ഉണ്ട്, അത് നമുക്ക് സാരില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. കഴുകിയെടുക്കാം കേട്ടോ, കഴുകിക്കൊണ്ടുവരാം. ഇനി അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഒന്ന് താളിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്തത് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഒരു വട്ടം ഒരു പകുതി വേവാകുമ്പോൾ ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും വെള്ളം വെച്ചിട്ട് വേവിക്കും കേട്ടോ. എന്നാലും നമ്മുടെ കപ്പക്കിഴങ്ങിന് ഈ ഭാഗത്തൊക്കെ കൊള്ളിക്കിഴങ്ങെന്നൊക്കെ പറയും, അതിനൊരു കട്ടുണ്ട്, അത് പോകണം. അപ്പോൾ വേവിച്ചുടച്ച് വെച്ച കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കിഴങ്ങും റെഡിയായി. നമ്മൾ നേരത്തെ പൊട്ടിച്ചുകൊണ്ട് വന്ന വാഴയിലേക്ക് നമുക്കിത് വിളമ്പാട്ടോ. അപ്പോൾ കപ്പ വേവിച്ചത് റെഡിയായി, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പ വേവിച്ചതിൻ്റെ ഒപ്പം ഉള്ളി ചമ്മന്തി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം. സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കട്ടനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഞങ്ങൾക്ക് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഞാൻ കണ്ണമ്മോനെ ഒന്ന് വിളിക്കാം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അവൻ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ പാചക പരീക്ഷണങ്ങളുടെ എല്ലാം സ്ഥിരം ടെസ്റ്റർ കണ്ണൻ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണന് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കണ്ണ വായ തുറക്കണേടാ, ചൂടുണ്ട് കുറച്ച്, കഴിച്ചു നോക്കി. രസമുണ്ടാ? എന്നാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ. ഒരു കഷ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് ചമ്മന്തി എടുത്ത് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അന്ന് ഒരു രക്ഷയില്ല, ചമ്മന്തി കിടു. അതുപോലെ നല്ല സൂപ്പർ കിഴങ്ങാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കട്ടോ. താങ്ക് യു.